ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഈദ് സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ പെരുന്നാൾ ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും എല്ലാം കോർത്തിണക്കിയിട്ടുള്ള രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണമാണ് വീഡിയോ ഇടാനായിട്ട് ഒന്ന് ലേറ്റായത്. അപ്പോൾ അതാ നമ്മൾ രാവിലെ പെരുന്നാളിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ എൻ്റെ മൂത്തുമ്മാടെ അടുത്തേക്ക് കിസൈസിലേക്ക് പോവുകയാണ്. അപ്പോൾ വർസാനിൽ നിന്ന് കിസൈസിലേക്ക് പോവുകയാണ്. അപ്പോൾ സാറാടെ ഒന്ന് രണ്ട് പെരുന്നാൾ പരമായിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഇൻക്ലൂഡ് ചെയ്തതാണ്. അങ്ങനെ നമ്മളിതാ ഇന്ന് രാവിലെ പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് ഇക്കായും സാറായും ഷാർജ മോസ്കിലാണ് പോയത്. അപ്പോൾ രാവിലെ ഒരു 5-5:30 ആയപ്പോഴത്തേനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളതുകൊണ്ട് അത്യാവശ്യം നല്ല ടയേർഡാണ്, നല്ല ഉറക്കം തൂങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ ആഗ്രഹപ്രകാരം നമ്മൾ പർദ്ദയും മഫ്തായൊക്കെ ഇടിയിപ്പിച്ചിട്ടാണ് പള്ളിയിൽ നിസ്കരിക്കാനായിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് വിട്ടിരുന്നത്. അപ്പോൾ അവിടെ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്താണേലും ഇനി ഏറ്റവും ഇപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം കാണിച്ചത് ചില്ലി ചിക്കൻ, പിന്നെ ഇതെന്ന് പറയുന്നത് ബീഫ് റോസ്റ്റ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ്, പിന്നെ മിക്സ്ഡ് നൂഡിൽസ്, ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ടുള്ള ഒരു മിക്സ്ഡ് നൂഡിൽസ്. ഞാനിപ്പോൾ മൂത്തുമ്മാടെ അടുത്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുന്നത്. അപ്പോൾ മൂത്തുമ്മാടെ സ്പെഷ്യൽ ഐറ്റംസാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ. പിന്നെ ചിക്കൻ കറി ആണ്. പിന്നെ ഇത് തേങ്ങാപ്പാൽ, നല്ല കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ താളിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നമ്മൾ പത്തിരിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാൽ. പിന്നെ തിക്കിടി, ഒരുപാട് വെറൈറ്റി അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഒരുപാട് ടേസ്റ്റി ഡിഷസ് ആയിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഈദ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പം ഓരോന്നായിട്ട് നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് കുറച്ച് തിക്കിടിയും ഞാൻ എല്ലാം കുറച്ച് കഴിച്ചു. തിക്കിടിയായിട്ടും അതുപോലെ തന്നെ നൂഡിൽസും പിന്നെ പത്തിരിയും എല്ലാം കഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വിശന്നായിരുന്നു. കാരണം നമ്മൾ പെരുന്നാൾ ഡേ ആയതുകൊണ്ട് തന്നെ ഇക്കായും മോളും ഒക്കെ പള്ളിയിൽ പോകുന്നത് കൊണ്ട് നമ്മൾ വെളുപ്പിന് രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വിശന്നായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സാറായ്ക്ക് വേണ്ടിയിട്ട്, സാറയുടെ ഫേവറേറ്റ് ആണ് തിക്കിടി എന്ന് പറയുന്നത്. അപ്പോൾ സാറായ്ക്ക് വേണ്ടിയിട്ട് തിക്കിടി വിളമ്പി കൊടുത്തതാണ്, തിക്കിടിയും കറിയും കൊച്ചിന് കൊടുത്തതാണ്. അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് രാവിലെ കുറച്ച് എല്ലാം കുറച്ച് കഴിക്കുമ്പോൾ എല്ലാം കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാം കുറച്ചെടുത്ത് പത്തിരി ഞാൻ നമ്മൾ ടേബിളിൽ വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങാപ്പാലും പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാനിതാ കുറച്ച് നൂഡിൽസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും ഒക്കെ എടുത്ത് കഴിച്ചു. അങ്ങനെ നമ്മുടെ വളരെ അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെരുന്നാൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നീട് നമ്മൾ വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഇന്നത്തെ ലഞ്ച്, ഈദ് സ്പെഷ്യൽ ലഞ്ചും കിസൈസിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു 1:30-2 മണിയായപ്പോൾ തിരിച്ചെത്തി. അപ്പോൾ ചിക്കൻ ബിരിയാണി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ പപ്പടം, പിക്കിള്, കേട് എല്ലാം കൂടെ, ചമ്മന്തി എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് കഴിക്കാനുള്ള ഞാൻ വിളമ്പിയെടുത്തതാണ്. പെരുന്നാളിന് കുറച്ച് കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ കുറച്ച് കൂടുതൽ എല്ലാവരും ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് തിരക്ക് കാരണം ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്ന് പറയുന്നത് ചെറുപയർ പായസമാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മൂത്തുമ്മയുടെ സ്പെഷ്യൽ ചെറുപയർ പായസം, പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കിസൈസിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആഫ്റ്റർനൂൺ ഇക്കാടെ 2-3 ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പെരുന്നാളിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച്
അവിടെ ഇതായിട്ട് കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു സ്വീറ്റ് ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ കുറച്ച് ഈ വക ഐറ്റംസും അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യുകയാണ്. പിന്നെ സാറയ്ക്ക് ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളിതാ റാസ്ബെറി ഫ്ലേവറിലുള്ള ഒരു കേക്കും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഗിഫ്റ്റ്സ് 2 വീട്ടിലേക്കാണ്. അപ്പം നമ്മൾ നമ്മുടെ അത്യാവശ്യം നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ വാങ്ങിച്ച് നമ്മൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ വളരെ അടിപൊളിയായിട്ടുള്ള വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള കുറേ കേക്കുകളൊക്കെ കണ്ടു. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു പേസ്ട്രി പോലെ മക്കൾക്ക് കഴിക്കാനായിട്ട് വാങ്ങിച്ച ഒരു റാസ്ബെറി ഫ്ലേവർ കേക്ക് നമ്മൾ നമ്മുടെ ഐറ്റംസൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ കിസൈസിൽ തന്നെയാണ് ആ ഒരു ഫ്രണ്ടിൻ്റെ വീട് കിസൈസിലും ഒരു ഫ്രണ്ടിൻ്റെ വീട് ഷാർജയിലുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കിസൈസിലേക്ക് പോവുകയാണ്. അപ്പോൾ വേറൊരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് ഒരുമിച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടെന്ന് പറയുന്നത് നമ്മളെ എന്നും നമ്മൾ ദുബായിൽ വന്ന കാലം മുതൽ ഒരു ദിവസം പോലും തെറ്റാതെ നമ്മളെ ലഞ്ചിന് ശേഷം ഈ വീട്ടിലേക്ക് നമ്മൾ എല്ലാ വർഷവും നമ്മളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാ വർഷവും പോവാറുണ്ട്. പിന്നെ വീഡിയോയും വ്ളോഗും വിശേഷങ്ങളും ഒക്കെ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈദ് വിശേഷങ്ങൾ ഒക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ഈദ് ഡേയിലുള്ള റുട്ടീൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഈദ് ഡേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ്. അപ്പോൾ വെറുതെ 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ റൂം നമ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ റൂമിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ എത്തി. ഇനിയിപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കയറിയ പാടെ തന്നെ അവിടെ കുറച്ച് സ്നാക്ക്, കുറച്ച് നട്ട്സും അതുപോലെ തന്നെ 1-2 ഐറ്റംസൊക്കെ വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടി അവർ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഷോട്ടൊക്കെ എടുത്തതാണ്. പിന്നെ നമ്മൾ ബിരിയാണി നമ്മുടെ ലഞ്ച് കഴിച്ച ഉടനെയാണ് ഇവിടെ നമ്മൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഹെവി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. ഇവിടെ സ്റ്റാർട്ടറായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിരുന്നു. ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ ടൈപ്പ് സ്വീറ്റ്സാണ്. 1-2-3 സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓറഞ്ച് കളർ അതിൽ നിന്ന് കുറച്ച് കഴിച്ചു. കുറച്ച് നട്ട്സും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി. പിന്നെ ഇത് നമ്മുടെ ഒരു പായസം മോഡൽ വേറെ എന്തോ ഒരു ഐറ്റമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് പിന്നെ ഞാൻ മെയിനായിട്ട് കഴിച്ചത് ദഹിവടയാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. അപ്പോൾ ദഹിവടയിലേക്ക് 3 ടൈപ്പ് ചട്നീസും ഒക്കെ ഒഴിച്ച് ഞാൻ കുറച്ച് കഴിച്ചത്. കാരണം നമ്മൾ ബിരിയാണി കഴിച്ച ഒട്ടനെയാണല്ലോ നമ്മൾ ഫസ്റ്റ് വീട്ടിലെ വിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ട് അപ്പോൾ കുറച്ച് ആ ഒരു സ്വീറ്റ് കഴിച്ചു. എല്ലാം കുറച്ച് ദഹിവട ഒരു ബൗൾ കഴിച്ചു. പിന്നെ ഓറഞ്ച് ടൈപ്പ് സ്വീറ്റും കഴിച്ചു. അങ്ങനെ എല്ലാവരും എനിക്ക് കുറേ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ മക്കൾക്ക് അവിടെ നിന്ന് പെരുന്നാപ്പൊടിയും കാര്യങ്ങളും നമ്മൾ പെരുന്നാൾ ഡേ ആണല്ലോ, അപ്പോഴത്തേനും കുഞ്ഞുങ്ങൾക്ക് പെരുന്നാപ്പൊടിയും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേയിൽ ആ ദിവസം തന്നെ നെക്സ്റ്റ് വീട്ടിലേക്ക് നമ്മൾ ഷാർജയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അത്യാവശ്യം ഈവനിങ് ആയിരുന്നു. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഡിന്നറായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും ഒരുപാട് നമ്മുടെ മട്ടൻ പായയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ പായ. അപ്പം അതും പിന്നെ പുലാവ്, ഒരു വെറൈറ്റി പുലാവ്, പിന്നെ നമ്മുടെ മക്രോണി അതൊക്കെ ഉണ്ടായിരുന്നു. അതും അവിടെ നിന്നൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നീട് രാത്രി നമ്മൾ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഷാർജ മുവൈലിയയിൽ ഇക്കാടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ കപ്പ ബിരിയാണി അവിടെ റെഡിയാക്കി വെച്ചിരുന്നത് കപ്പ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ ഒരു ഡെക്കറേഷൻ പോലെ നമുക്ക് എടുത്ത് കഴിക്കാൻ, മക്കളൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് മക്കൾക്കൊക്കെ ഇഷ്ടത്തിന് എടുത്ത് കഴിക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ അവർ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ കപ്പ ബിരിയാണി. പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വേറെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടെ ഷാർജയിൽ തന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കപ്പ ബിരിയാണിയും നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടായിരുന്നു നമ്മുടെ ഡിന്നർ കഴിച്ചു. പിന്നെ ഇതൊരു ക്യാരാമൽ പുഡിങ്, ഇത് മൂത്തുമ്മാടെ സ്പെഷ്യൽ ക്യാരാമൽ പുഡിങ്ങാണ്. പിന്നെ അവിടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഈദ് വിശേഷങ്ങൾ.